ഹലോ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഒരു വീഡിയോയും കൂടെ എടുക്കണമെന്ന് വിചാരിച്ചു. കാരണം അതേ കണക്കൊരു സിറ്റുവേഷനാണ് ഇപ്പം ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവെയറായിട്ടിരിക്കുക. ഓക്കെ, ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷവും ഭയവും ആശങ്കയും നിറഞ്ഞ വാർത്തകളാണ്. യുദ്ധത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഭയമുണ്ടാകുന്നു. പക്ഷേ ഒരു സത്യം നമ്മൾ മറക്കരുത്. യുദ്ധം ജയിക്കുന്നവരുണ്ടാകാം, പക്ഷേ യുദ്ധത്തിൽ നഷ്ടപ്പെടുന്നത് മനുഷ്യനെയാണ്, മനുഷ്യ സമ്പത്താണ്. വെടിയുണ്ടകൾക്ക് പോലും അതിർത്തി അറിയും, പക്ഷേ കണ്ണുനീരിന് അതറിയില്ല. ഒരമ്മയുടെ കരച്ചിൽ ഏതു രാജ്യത്തും ഒരുപോലെയാണ്. തമ്മിൽ വേർതിരിക്കുന്നത് രാജ്യങ്ങൾ, മതങ്ങൾ, ഭാഷകൾ. പക്ഷേ നമുക്ക് ഒന്നാകുന്നത് മനുഷ്യഹൃദയങ്ങളാണ്. ഇന്ന് ഈ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട്, ഒരുമിച്ച് മനസ്സിൽ ഓർത്തുകൊണ്ട് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഏറ്റവും വലിയ കാര്യം പ്രാർത്ഥിക്കുക, ശാന്തത പ്രചരിപ്പിക്കുക, നന്മയുടെ വാക്കുകൾ പങ്കിടുക. കോപം തീ പോലെയാണ്. ഒരു വീടിനെ മാത്രമല്ല, അത് മുഴുവൻ ഗ്രാമത്തെയും നശിപ്പിക്കും. പക്ഷേ സമാധാനം മഴ പോലെയാണ്. അത് വന്നാൽ കരിഞ്ഞ മണ്ണിലും ജീവൻ മുളയ്ക്കും. നമുക്ക് ഓർക്കാം, നാം യുദ്ധത്തിനായി ജനിച്ചവരല്ല. ഒരു ജീവിതം ഒരുമിച്ച് ജീവിക്കുവാൻ ജനിച്ചവരാണ്. ഓരോ കുടുംബവും സുരക്ഷിതമായിരിക്കട്ടെ. കാരണം ഞാനും എൻ്റെ കുടുംബത്തെ വിട്ട് ജീവിക്കുന്ന ഒരു പ്രവാസിയായ മനുഷ്യനാണ്. ഭൂമിയിൽ ഓരോ കുഞ്ഞും ഭയമില്ലാതെ രാത്രി ഉറങ്ങട്ടെ. ഓരോ രാജ്യത്തും സമാധാനം പുലരട്ടെ. ഓരോ സാധാരണ മനുഷ്യൻ്റെ പ്രാർത്ഥനയും ഈശ്വരൻ കേൾക്കട്ടെ. മനുഷ്യൻ്റെ പ്രാർത്ഥന ഒരു വലിയ ശക്തിയാണ്. ഇന്ന് നാം വൈരം പറഞ്ഞ് അല്ല, സ്നേഹമാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഭയമല്ല, വിശ്വാസമാണ് തിരഞ്ഞെടുക്കേണ്ടത്. കാരണം അവസാനം ജീവിക്കുന്നത് ശക്തിയല്ല, വിജയിക്കുന്നത് മനുഷ്യരാണ് എന്നോർക്കുക. സത്യം പറഞ്ഞാൽ മനസ്സുകൊണ്ട് വല്ലാത്ത ഒരു ദുഃഖം അനുഭവപ്പെടുകയാണ്. എത്രയോ മനുഷ്യ ജീവനുകളാണ്, എത്രയോ കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും പ്രായം ചെന്നവരാണെങ്കിലും സമ്പത്താണെങ്കിലും എല്ലാം മനുഷ്യന് ഒരുപോലെയല്ലേ. വൈരം മറന്ന് നമുക്ക് സ്നേഹിക്കാം, സമാധാനം പ്രചരിപ്പിക്കാം. Stay strong, pray for peace. Thank you so much. നന്നായിരിക്കട്ടെ.